നമ്മുടെ പാർക്കിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങി ഇവിടെ ഇഷ്ടംപോലെ കുറച്ച് ചെമ്പരത്തിപ്പൂക്കളൊക്കെ. ഇവിടുത്തെ ചെമ്പരത്തിപ്പൂവിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ഇത്തിരി ഡിഫറെൻ്റ് ആണ്. നല്ല പൂക്കളുമാണ്, നല്ല ഭംഗിയുള്ള പിങ്ക് പൂവാണ് ഇതുമ്മ നിറഞ്ഞു നിൽക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് വൈറ്റിഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂവും ഇവിടെ കാണാം. ഈ ഏരിയയിൽ മാത്രമാണ് കുറച്ച് പൂക്കളുള്ള ചെടികളുള്ളത്. നല്ല ഭംഗിയായിട്ട് തന്നെ അവർ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പൂക്കളുള്ള ചെമ്പരത്തി അടുപ്പിച്ചടുപ്പിച്ച് കുറേ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വേറെ ഒരു പ്രത്യേക തരം പൂവുള്ളൊരു ചെടി ഇവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് അടുത്ത് പോയിട്ട് അതിൻ്റെ പൂവ് ക്ലോസപ്പായിട്ട് നമുക്കൊന്ന് നോക്കാം. നല്ല ഭംഗിയുള്ള ഒരു പൂവ് തന്നെയാണ് അതിൻ്റെത്. നമുക്ക് വളരെ ക്ലോസപ്പായിട്ട് അതിൻ്റെ പൂവൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ല അതിമനോഹരമായ പൂക്കളുള്ളൊരു ചെടി. ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ശരിക്കും ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അത്രയും ഏക്കർ കണക്കിന് സ്ഥലം, നമ്മുടെ തേക്കിൻകാട് മൈതാനത്തിനേക്കാളും ഹ്യൂജ് മൈതാനമാണ് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായി ഇവരിത് ഇത്രയും ഏരിയ ജനങ്ങൾക്ക് വേണ്ടി പബ്ലിക്കിന് ഒരു പാർക്ക് പോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഏരിയ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഉണ്ടോ? നല്ല നല്ല മരങ്ങൾ, ഒരുപാട് മരങ്ങളും ഹ്യൂജ് മരങ്ങളും. ഒരു തരി പോലും നമുക്ക് വെയിൽ ഇതിനകത്തോട്ട് ഇറങ്ങി വരാത്ത രീതിയിലാണ് മരങ്ങൾ നിൽക്കുന്നത്. അതുപോലെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. ഇവരെ സമ്മതിക്കണം. പബ്ലിക്കിന് വേണ്ടി, ഇവിടുത്തെ പബ്ലിക്കിന് ഇവിടെ ടൈം പാസ് വന്നിരിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പാർക്കിൽ അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഏരിയ ഉണ്ട്. വരെ പിള്ളേരുടെ ഒരു പ്ലേയിങ് ഏരിയ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. കുറച്ച് ദൂരെയാണ്. ഒന്ന് വീഡിയോ ഒന്ന് എൻലാർജ് ചെയ്ത് നോക്കിയാൽ കാണാനുണ്ടാവും. പിള്ളേർക്ക് പ്ലേ ഏരിയ ഉണ്ട് ഈ പാർക്കിനകത്ത്. അപ്പോൾ അത്രയും മനോഹരമായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പാർക്ക് തന്നെയാണ് ഇത്. ഇവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അമൂർത്തി മോറിൻ്റെ സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അവരുടെ മ്യൂസിയം ഒക്കെയാണ്. ഇതിൻ്റെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ തന്നെ നമ്മുടെ മെട്രോക്കുള്ള എൻട്രൻസും ഇവിടെ നിന്ന് കാണാം. ഇതാണ് നമ്മുടെ മെട്രോയുടെ എൻട്രൻസ്. ഇവിടെ മെട്രോ അവർ നിർമ്മിച്ചിരിക്കുന്നത് ഭൂഗർഭ ലൈനിലൂടെയാണ്. അതുകൊണ്ട് മെട്രോ ട്രെയിൻ പോകേണ്ടതും പിടിക്കണമെന്നും നമുക്ക് ഇവിടുന്ന് മേലെ ഏതൊരു ഭാഗത്തും കാണാൻ സാധിക്കില്ല. കംപ്ലീറ്റ് ഭൂഗർഭ അറകളിലൂടെയാണ് മെട്രോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെട്രോയുടെ താഴ്ഭാഗത്തേക്കൊന്ന് പോവാം. ഇതാണ് മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസ്. ഇത് അമൂർത്തി മോർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. നമ്മുടെ അമൂർത്തി മോറിൻ്റെ സ്റ്റാച്ചു ഈ നിയർ ബൈ ആയതുകൊണ്ട് താഷ്കണ്ട് ഏരിയ. ഇതാണ് അമൂർത്തി മോറിൻ്റെ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ അടിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഡെപ്തിലേക്ക് പോയാലാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായി തന്നെ അവരിതിൻ്റെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഒരുപാട് ദൂരം പോയതിന് ശേഷം മാത്രമേ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് കൗണ്ടർ നിയർ ബൈ ആയിട്ടുണ്ട്. ആ ക്യാഷ് കൗണ്ടറിൻ്റെ പേരാണ് കാസ. അവരുടെ ലാംഗ്വേജിൽ കസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് കൗണ്ടർ എന്നാണ് അർത്ഥം. ഇതാണ് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വന്നിറങ്ങിയെന്ന് തോന്നുന്നു. വണ്ടി വന്നിറങ്ങിയതിന് ശേഷം ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട് ഈ ഏരിയയിൽ. അതിൻ്റെ മേലെ നിന്ന് താഴേന്ന് വണ്ടി വന്നിട്ട് ഇപ്പോൾ എനിക്ക് താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇവിടെ കംപ്ലീറ്റ് ഉസ്ബെക്കിസ്ഥാൻ ലാംഗ്വേജിലാണ് അവർ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് കറക്റ്റായിട്ടല്ല. ഇവിടുത്തെ ആൾക്കാർ ഒരു ട്രെയിൻ വന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം അവിടെ വന്നിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് മെട്രോ റെയിൽവേയിലേക്ക് പോണ ക്രോസിങ്ങിൻ്റെ അവിടെയുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് വെച്ചിട്ട് വേണം 1.4, അതായത് 1400 സോം വേണം ഈ ട്രെയിനിൽ എവിടെ വേണമെങ്കിലും പോകാം. എത്ര ദൂരം പോകണമെങ്കിലും 1400 സോം തന്നെ മതി. ഇവിടെ നിന്ന് കയറി ഏത് സ്റ്റേഷനിൽ ഇറങ്ങാനായാലും നെക്സ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയാലും 1400 സോം തന്നെയാണ്. എന്നാൽ എത്ര ദൂരെ പോയാലും അതേ സെയിം തന്നെയാണ്. 4 ലിങ്ക് ആയിട്ടുള്ള മെട്രോ ട്രെയിൻസ് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേഷനിൽ പോയിട്ടൊരു ഇൻ്റർ ട്രാൻസ്ഫർ ജംഗ്ഷനുകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് അടുത്ത ലൈൻ മാറി എവിടെ വേണമെങ്കിലും
താഷ്കെൻഡിൽ മൊത്തം കറങ്ങാവുന്ന രീതിയിലാണ് ഒരു മെട്രോ ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെട്രോയുടെ ഉള്ളിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് ജസ്റ്റ് എൻട്രി കൗണ്ടറായിട്ട് വരുന്നത്. ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അതിൻ്റെ ഒരു കൗണ്ടർ സ്റ്റാഫും ഇവിടെ തന്നെയുണ്ട്. ഇനി നമുക്ക് ട്രെയിൻ വരുന്നത് താഴെ നിന്ന് വല്ല കാണാൻ പറ്റുമെന്ന് ഇവിടെ നിന്നുകൊണ്ട് നോക്കാം. ട്രെയിൻ വരുന്നുണ്ടെന്നുണ്ട്. ആ ഒരു ട്രെയിനല്ല വരുന്നത്. ട്രെയിൻ പോകണേ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഒരു ട്രെയിൻ ഇപ്പോൾ ഒരു മെട്രോ ട്രെയിൻ അവിടെ നമ്മുടെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ അതിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സീനാണ് നമ്മളിപ്പോൾ കണ്ടത്. ട്രെയിൻ വന്ന് അവിടെ സ്റ്റോപ്പായിട്ടുണ്ട്. താഴേക്കൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പെർമിഷൻ ഇല്ല, പക്ഷേ ആ പോലീസുകാരൻ നമ്മൾ വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അനുവദിച്ചു. പബ്ലിക് വന്ന് ഇറങ്ങി, വേറെ പബ്ലിക് വന്ന് കയറി, ഡോറടഞ്ഞ് സാധനം പോകാറായി. നമ്മുടെ മെട്രോ ട്രെയിൻ അത് അവിടെ നിന്ന് മൂവായി. ഇതാണ് മൂർത്തിമൂർ സ്റ്റേഷനിലെ ആൾക്കാർ വന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്.